ഈശോ 1 ലൂക്ക 9:54 പറയുന്ന പോലെ അരൂപി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നില്ലെങ്കിൽ പിന്നെ അത് അസാധുവായി പോകത്തില്ല. മറിച്ച് എന്താണ്, അത് ദുഷ്ടാരൂപിയാൽ നയിക്കപ്പെടും. അപ്പോൾ എന്നാ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലാത്ത ജപ്തിയും വല്ലാത്ത കടങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ജപ്തിക്കാരും അങ്ങനെയാണെന്ന് ഞാൻ പറയണില്ല. ചില ജപ്തിക്കാരെങ്കിലും അവരുടെ കുഴികൾ അവർക്ക് വേണ്ടി കുഴിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മാവ് നയിക്കപ്പെടാൻ, ലോകാരൂപിയാൽ നയിക്കപ്പെടാതിരിക്കാൻ ഞങ്ങളെ പ്രത്യേകം പരിപാലിക്കണമേ. നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? മരിയൻ കവനൻറ്റ് പവേഡ് ബൈ മരിയൻ സ്പിരിച്വാലിറ്റി. അതാണ് സബ്ജക്റ്റ്. മരിയൻ കവനൻറ്റ് ഫയറാകണത്, മരിയൻ ഉടമ്പടി ഫയറാകുന്നത് മരിയൻ സ്പിരിച്വാലിറ്റി അനുസരിച്ചാണ്. മരിയൻ സ്പിരിച്വാലിറ്റി ഒന്നാമത്തത് എന്താണ്? ലൂക്ക 1:46. എന്താണ് ലൂക്ക 1:44 പറയണത്? എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. അതാ പ്രശ്നം. ആദ്യമായിട്ട് നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ചെയ്യേണ്ടത് എന്താണ്? കർത്താവിനെ മഹത്വപ്പെടുത്താമെന്ന് തീരുമാനിക്കുക. മനസ്സിലായില്ലേ? മഹത്വത്തിന് സമയം വരുമ്പോൾ ഓടിക്കളയരുത്. എങ്ങനെ ഓടിയാലും തിരിച്ചു വരേണ്ടി വരും. അതാണ് കാര്യം. ദൈവത്തിനല്ലേ പറ്റിച്ചിരിക്കണേ. അപ്പോൾ ആദ്യമേ തന്നെ സാക്ഷ്യം പറഞ്ഞോളാമെന്ന് പറയുക. മരിയൻ ഉടമ്പടി ഫയറാകണത് അങ്ങനെയാണ്. മരിയൻ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ പറയുക, ഈശോ ഞാൻ എത്രയും വേഗം സാക്ഷ്യം പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊള്ളാം. എവിടെയെല്ലാം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. അതായത് സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, ഇപ്പം സിന്ധുമോൾ ജോർജിൻ്റെ സാക്ഷ്യമാണ്. നേഴ്സാണ്, ഹെഡ് നേഴ്സാണ്, സീനിയർ നേഴ്സാണ്. അപ്പം സിന്ധുമോൾ ജോർജിൻ്റെ സാക്ഷ്യം എന്ന് പറയണത്, അവർ ഇത്തിരി സീനിയർ ആയതിന് അവർക്ക് വിദേശ ജോലി കിട്ടണില്ല. അതിൻ്റെ സാക്ഷ്യങ്ങൾ. പിന്നെ കുറേ പ്രശ്നങ്ങളുണ്ട്. അവരെന്നാ ചെയ്തിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഓൾഡ് ഏജ് ഹോംസ് എല്ലാം സന്ദർശിക്കുമ്പോൾ അവർക്ക് അവരുടെ കൂടെ ഇരുന്ന് സംസാരിക്കുകയും അവരെ കുളിപ്പിക്കേണ്ടവരെ കുളിപ്പിക്കുകയും അവരുടെ വസ്ത്രം കഴുകി കൊടുക്കുകയും ഒക്കെ. ഇപ്പോൾ ഈ ഉടമ്പടി വന്നതോടുകൂടി ലോകം മുഴുവനും മാറുകയാണ് ശരിക്കും. സത്യസന്ധമായിട്ട് ഉടമ്പടി എടുത്തവർ. അതുകൊണ്ടാണ് ഈ ഉടമ്പടിയിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ പരീക്ഷക്കാർ വരുമ്പോൾ ഞാൻ ചോദിക്കും, ആരാണ് ഉടമ്പടി എടുത്തത്? അമ്മയാണെന്ന് പറയും. ഞാൻ പറഞ്ഞ അമ്മ ചെയ്തിരിക്കുന്ന മുഴുവൻ കാര്യങ്ങൾ നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യണം. അപ്പം നിങ്ങൾ വിചാരിക്കണ സംഭവമല്ല ഉടമ്പടി. കാര്യം നമുക്ക് ദൈവം തന്നിരിക്കുന്നത് ഉടമ്പടിയാണ്. അതാണ് ദൈവം ഹോണർ ചെയ്തിരിക്കുന്നത്. ചുമ്മാ ഉടമ്പടി സത്യസന്ധമായിട്ട് എടുത്ത് ആദ്യം തന്നെ മരിയൻ കൃപയിലേക്ക് വന്നില്ലേ? ഇപ്പോൾ മരിയൻ കൃപയുടെ എന്തുകൊണ്ട് ഉടമ്പടി ഫയറാകുന്ന രണ്ടാമത്തെ പൊസിഷൻ എന്താണ്? എൻ്റെ അന്തരംഗം രക്ഷകനായ ദൈവത്തിൽ ആനന്ദം കൊള്ളുന്നു. അപ്പോൾ ആനന്ദം എന്ന് പറയണത് ജോലി കിട്ടുന്നതിലല്ല ഇരിക്കണത്, IELTS പാസ്സാകുന്നതിലല്ല ഇരിക്കണത്. പറഞ്ഞ മനസ്സിലായില്ലേ? ആനന്ദം ഇരിക്കണം. ഉടമ്പടിയുടെ ആനന്ദം, ആത്മാവിൻ്റെ ആനന്ദം ഇരിക്കണത് IELTS പാസ്സാകുന്നതിലും ജോലി കിട്ടുന്നതിലും വസ്തു വിൽക്കുന്നതിനുമല്ല. അതിന് സന്തോഷമാണ്. ആനന്ദം എന്ന് പറയുന്നത് ആത്മീയമാണ്. അതിൻ്റെ തന്നെ രക്ഷകനായ ദൈവത്തിലാണ്. അതായത് കർത്താവിന് വേണ്ടി ജോലി ചെയ്യാൻ ഒരു അവസരം കിട്ടിയതിൽ സന്തോഷിക്കും. കർത്താവിന് വേണ്ടി ജോലി ചെയ്യാനുള്ള അവസരമെന്ന് പറയണത് ജോലി ചെയ്യാൻ വേണ്ടി മാത്രമുള്ള അവസരമല്ല, ക്ലേശങ്ങൾ ഏറ്റെടുക്കാനുള്ള അവസരം കൂടിയാണ്. അതാണ് സന്തോഷത്തിൻ്റെ, ആധ്യാത്മിക സന്തോഷത്തിൻ്റെ അടിസ്ഥാനം. നടപടി 5:41. ശ്രുതികട്ടെ, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 5:41. അപ്പോസ്തല പ്രവർത്തനം 5:41. അവരാകട്ടെ ഏറ്റു പറഞ്ഞ അവരാകട്ടെ യേശുവിന്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറത്തുപോയി. അപ്പോസ്തലന്മാർ യേശുവിനെ പ്രഘോഷിച്ചപ്പോൾ അടി കിട്ടിയപ്പോൾ ഉണ്ടായ വചനമാണിത്. എന്താണ്? അവർക്ക് സന്തോഷവും ഉണ്ടായത്, അല്ല സങ്കടവും അപമാനവും ഒന്നുമല്ല ഉണ്ടായത്. അപ്പോൾ യേശുക്രിസ്തുവിനെ പ്രതി ഇപ്പോൾ പത്രം കൊടുക്കുമ്പോഴായാലും ശരി, ഇപ്പോൾ ഈ സിന്ധുമോൾ എന്താ ചെയ്തിരിക്കണത്? അവർ എല്ലാ ആതുരാലയങ്ങളിൽ ചുറ്റുമ്പോൾ അവിടെ ഉടുപ്പലക്കുകയും ഭക്ഷണം കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചിലർക്ക് വാരി കൊടുക്കും കൊണ്ടുവന്ന.
അപ്പോൾ എന്ത് ചെയ്യുമ്പോൾ അവർ ഭയങ്കര പ്രായമുള്ള 90, 50, 80 വയസ്സുള്ളവർ വന്നിട്ട് ഈ നേഴ്സിന് പറയും, എൻ്റെ നഖം ഒന്ന് വെട്ടിത്തരുമോ എന്ന് ചോദിക്കും. അപ്പം നഖത്തിലൊക്കെ മുഴുവൻ അഴുക്കൊക്കെ കയറിയിരിക്കുകയല്ലേ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ചില അറപ്പായിരിക്കും. പക്ഷേ അത് വെട്ടിക്കൊടുത്തപ്പോൾ ഒരു സന്തോഷം. അതെന്ത് സന്തോഷമാണ്? ആത്മസന്തോഷമാണ്. രക്ഷകനായ ദൈവത്തിൻ്റെ ആനന്ദമാണത്. ഒരു 10 അമ്മച്ചിമാരുടെ നഖം വെട്ടിക്കൊടുത്തപ്പോൾ ആത്മാവിലൊരു സന്തോഷം. ആ സന്തോഷമാണ് ഈ മരിയ സന്തോഷം എന്ന് പറയുന്നത്. അതാണ് ലൂക്ക 1:46 പറയണത്. എൻ്റെ അന്തരംഗം പറഞ്ഞേ, എൻ്റെ അന്തരംഗം രക്ഷകനായ ദൈവത്തിൽ ആനന്ദം കൊള്ളുന്നു. ഇതാണ് മരിയ സ്പിരിച്വാലിറ്റി. ഇതിലാണ് ഉടമ്പടി ഫയർ ആകുന്നത്. അപ്പം നിങ്ങളെപ്പോഴും മനസ്സിലാക്കണം, പ്രവർത്തിച്ചാൽ മാത്രം പോരാ, ആ സ്പിരിറ്റ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പ്രവർത്തിക്കാൻ വേണ്ടി ആർക്കും പ്രവർത്തിക്കാൻ പറ്റും, പക്ഷേ സ്പിരിറ്റ് മരിയ സ്പിരിറ്റ് ആയിരിക്കണം. മരിയ സ്പിരിറ്റ് എന്ന് പറയുന്നത് എന്താണ്? രക്ഷകനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. എൻ്റെ അമ്മയുടെ സന്തോഷം എന്താണ്? എൻ്റെ അന്തരംഗം രക്ഷകനായ ദൈവത്തിൽ. രക്ഷകനായ ദൈവം ആരാണ്? ഈശോയാണ്. ഈശോയിലാണ് ആനന്ദിക്കുന്നത്. അപ്പോൾ ഓരോ ക്ലേശം അനുഭവിക്കുമ്പോഴും അതിനുവേണ്ടി നിങ്ങൾ ഉപവി പ്രവർത്തനങ്ങളും അതുപോലെ രോഗി പരിചരണങ്ങളിലും അതുപോലെ നിങ്ങൾ ക്ലേശം അനുഭവിക്കുമ്പോഴും ആത്മാവിൽ ആനന്ദം അനുഭവിച്ചാൽ നിങ്ങൾ ആത്മാവിൻ്റെ ഫലങ്ങളിലാണ് കൈയിടിച്ച് കർത്താവിനെ ശ്രദ്ധിക്കട്ടെ. സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് മുന്നേറുവാൻ ഉടമ്പടി നിബന്ധനകള് വിശ്വസ്താപൂർവം പാലിച്ച് ദൈവസ്നേഹത്തോടെ മുന്നേറുവാൻ ഞങ്ങൾ ഈ ആരാധനയിലൂടെ അഭിഷേകം ചെയ്യണമേ. നിറയ്ക്കണമേ ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മമാരിക്കൊണ്ട് നിറയ്ക്കണമേ. ദൈവത്തിൻ്റെ തേജസ്സിന്നിവിടെ പ്രകാശിക്ക വേണം വെളിച്ചമായി. ദൈവത്തിൻ്റെ തേജസ്സിന്നിവിടെ പ്രകാശിക്ക വേണം വെളിച്ചമായി. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മാവായി കൊണ്ട് നിറയ്ക്കണമേ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മാവായി കൊണ്ട് നിറയ്ക്കണമേ. ഇനി മരിയ സ്പിരിച്വാലിറ്റിയുടെ അടുത്ത ഘടകം, ഉടമ്പടി ഫയർ ആകുന്ന അടുത്ത ഘടകം നോക്കാം. ലൂക്ക 1:47, 48, 49. ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ലൂക്ക 1:48. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അനുഗ്രഹം അല്ലെങ്കിൽ ഭാഗ്യം, ബൈബിളിലെ അനുഗ്രഹത്തിന് ഭാഗ്യമെന്നും ഭാഗ്യത്തിന് അനുഗ്രഹമെന്നും പറയും. ഈ അനുഗ്രഹം വരുന്ന വഴികൾ എന്താണ്? അത് മരിയൻ വഴികളാണ് ശരിക്കും. ആ മരിയൻ വഴികൾ എന്താണ്? ലൂക്ക 1:48 ഒന്നിട്ട് വായിച്ചേ. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു എന്ന് പറഞ്ഞ അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ദൈവം പ്രസാദകരമായിട്ട് കടാക്ഷിക്കണേ എങ്ങനെയാ? എന്താണത്? താഴ്മയാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ചോദിക്കണത്, നിങ്ങൾക്ക് ആസ്തിയുണ്ടോ എന്ന് ചോദിക്കണത്. അല്ലേ? ലൂക്കാന്റെ സുവിശേഷം 14:29 എടുത്ത് ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ലൂക്ക 14:28-29. ഗോപുരം പണിയാൻ ഇച്ഛിക്കുമ്പോൾ ഗോപുരം പണിയാൻ ഇച്ഛിക്കുമ്പോൾ അത് പൂർത്തിയാക്കാൻ വേണ്ട വക തനിക്കുണ്ടോ എന്ന് അതിന്റെ ചിലവ് ആദ്യമേ തന്നെ കണക്കുകൂട്ടി നോക്കാത്തവൻ നിങ്ങളിൽ ആരുണ്ട്? അതാണ് വിഷയം. അതായത് ഗോപുരം പണിയാൻ ഉദ്ദേശിക്കുമ്പോൾ ഈശോ എന്താ പറയണത്? അതിൻ്റെ അടങ്കലം സം ടോട്ടല് എത്ര വരും?
അതിനുള്ള ആസ്തി തനിക്കുണ്ടോ എന്ന് ആദ്യമേ തന്നെ നമ്മൾ കൂട്ടി നോക്കണം. ഇപ്പം നിങ്ങൾ ഉടമ്പടി എടുക്കുന്നു, ഉടമ്പടി പൂർത്തിയാക്കാനുള്ള ആസ്തി ഉണ്ടോ എന്ന് ആദ്യം നോക്കണം. അല്ല ഭാര്യയെ കൊണ്ട് എടുപ്പിച്ചോളാം, തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കാം, കുരങ്ങനെ കൊണ്ട് ചൂട് പായസം വാരിക്കാമെന്ന് പറഞ്ഞ് ആരും മസിലി പിടിച്ച് കൈയും കെട്ട് നിന്ന സാധനം വർക്കൗട്ട് ചെയ്യത്തില്ല. അത് ഭയങ്കര സീരിയസ് പറയുകയാണ്. നിങ്ങളിങ്ങനെ എല്ലാം മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുന്ന ആൾക്കാരോടല്ല, കുടുംബത്തിൽ ഉടുപ്പ് കലക്കണത് തേപ്പിക്കണത് ഒക്കെ എല്ലാം ഓരോരുത്തരെ കൊണ്ട് ചെയ്യിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അവരവർക്ക് നിങ്ങൾ ഉടമ്പടിയും ചെയ്യിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കെട്ടിയ കൈ ഇങ്ങനെ തന്നെ ഇരിക്കുകയുള്ളൂ, പിന്നെ കൈ പൊങ്ങത്തില്ല. കാര്യം എന്താ, ദൈവത്തിനിട്ട് നിങ്ങൾ പണി കൊടുക്കണമെന്ന് നിങ്ങളെങ്കിലും തിരിച്ചറിയണം. അതുകൊണ്ട് ആസ്തി ഉണ്ടോ എന്ന് നോക്കണം. നിങ്ങൾക്കതിൻ്റെ അകത്ത് കക്ഷിയാണോ എന്ന് നോക്കണം. ആദ്യം നിങ്ങളുടെ കാര്യമാണ്, നിങ്ങളുടെ ജോലിയുണ്ടോ, നിങ്ങളുടെ വിവാഹമുണ്ടോ, നിങ്ങളുടെ പരീക്ഷ ഉണ്ടോ, അതിൻ്റെ അകത്ത് ഈ ഉടമ്പടി ഉണ്ടെങ്കിൽ എൻ്റെ മകനെ എൻ്റെ മകളെ നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ആയിരിക്കണം. അല്ലാതെ അമ്മയെക്കൊണ്ട് ഉടമ്പടി ഒപ്പിച്ചിട്ട് ഐഡൽസ് പാസ്സാക്കാമെന്ന് വിചാരിക്കരുത്. വർക്കൗട്ട് ചെയ്യത്തില്ല. വർക്കൗട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചെയ്യുമായിരിക്കും, അതല്ല പ്രശ്നം. നിങ്ങൾക്കറിയാമല്ലോ, വർക്കൗട്ട് ജയിച്ചോ തോറ്റോ, ജോലി കിട്ടിയോ ഇല്ലയോ, ഇതൊന്നും ബൈബിളിൽ പ്രസക്തമുള്ള കാര്യമല്ല. ജയിച്ചോ തോറ്റോ അതെങ്കിൽ ഇപ്പം കാര്യം, തോറ്റവനും ദൈവം ഇവിടെ ജീവിപ്പിക്കണില്ലേ? ക്ലിയർ? ദൈവം അപ്പം ജയിച്ചോ തോറ്റോ കിട്ടിയോ ഇല്ലയോ ഇതൊന്നും ബൈബിളിൽ വിഷയമല്ല. എന്താ വിഷയമെന്ന് ബൈബിൾ എന്ന് വെച്ചാൽ, നിങ്ങളെ എന്നോട് കൂടെ സ്വീകരിക്കാത്തവൻ ചിതറിച്ച് കളയുന്ന അനുഭവിക്കാനുള്ള യോഗ്യതയാണ് പ്രശ്നം. IELTS പാസ്സായി, നിങ്ങൾക്കൊരു കാണ്ടാമൃഗത്തിൻ്റെ കല്യാണം കഴിക്കണമെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമായില്ലേ? അതാണ് പ്രശ്നം. നിങ്ങൾക്ക് കാനഡയിലോ ഇംഗ്ലണ്ടിലോ എവിടെയും ജോലി കിട്ടിയോ, അതിന് പറ്റിയ സാധനമാണ്. നിങ്ങളെപ്പോലെ ഇരയെ തിരക്കി നടക്കിയിരുന്ന ഒരു നേഴ്സിനെ കല്യാണം കഴിച്ചിട്ട് വെള്ളമടിച്ച് വിലസാമ്പിന് നടക്കുന്ന ആണുങ്ങളില്ലേ? ഒരു നേഴ്സിനെ കല്യാണം കഴിച്ചിട്ട് അവളുടെ ചിലവിൽ ജീവിതകാലം മുഴുവൻ ജീവിച്ചോളാമെന്ന് പറഞ്ഞ് വെള്ളമടിച്ച് നടക്കുന്ന ആൾക്കാരില്ലേ? തിരക്കിടപ്പുണ്ട്. എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടുണ്ട് ആൾക്കാർ, നേഴ്സുമാർ വല്ല അച്ഛൻ്റെ ഭാഗത്തുണ്ടാകുന്നു. എനിക്കറിയാം ഇവൻ ലോകം വെള്ളമടിക്കാരനാണെന്ന്. അപ്പം ഞാൻ എന്താ, അറബ് മൃഗത്തെ തിരക്കി നടക്കുന്ന ആൾക്കാരുണ്ട്, കൊണ്ടുവന്ന് അവിടെ ഇറച്ചിപ്പര കെട്ടാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരുള്ള സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഒന്ന് IELTS പാസ്സായ ദൈവത്തെ പറ്റിച്ചെന്ന് വിചാരിച്ചുകൊണ്ട് നിത്യമായിട്ട് പറ്റിച്ചെന്ന് വിചാരിക്കരുത്. കാര്യം ഇതിൻ്റെ അവസാനമാണ് പ്രശ്നം. എൻ്റെ പാർട്ട് 14 കഥ ട്രാജഡിയാവും. ഇപ്പം കോമഡിയായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കണേ. പല ആൾക്കാരും 7 റീൽസൊക്കെ ഓടുമ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കും. അപ്പം ഇത് റീൽസ് 14 ഓടണ്ടേ? 70ാമത്തെ വയസ്സ് വരെ ജീവിക്കുമ്പോഴാണ് ഈ പ്രശ്നം പറയണത്. അതുകൊണ്ട് ആദ്യമേ ദൈവത്തെ പറ്റിപ്പ് നിർത്തുക. ആദ്യമേ തന്നെ ദൈവത്തിന് കൊടുക്കാനുള്ള കൊടുക്കുക. അത് മെയിനായിട്ടുള്ള കാര്യങ്ങളാണ്. കർത്താവ് നേരത്തെ വന്നപ്പോൾ പറഞ്ഞതാണ്. എന്താ പറഞ്ഞത്? സീസണ് കൊടുക്കാനുള്ള സീസൺ കൊടുക്കുക, ദൈവത്തിന് കൊടുക്കാനുള്ള ദൈവത്തിന് കൊടുക്കുക. അത് മഹത്വമാണ്. ദൈവത്തിന് മഹത്വം കൊടുക്കണം. അപ്പം നമ്മൾ സാക്ഷ്യം പറയാതിരിക്കരുത്. തന്നെയല്ല, അമ്മയെക്കൊണ്ട് അപ്പനെക്കൊണ്ട് ഭർത്താവിനെ കൊണ്ട് മക്കളെ കൊണ്ടൊക്കെ നിങ്ങൾ ഉടമ്പടി ഇടിച്ചിട്ട് അതിൻ്റെ ആസ്തി നിങ്ങളെ വകമാറ്റാവുന്നൊന്നും വിചാരിക്കരുത്. നിങ്ങളുടെ കാര്യം അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യത്തിൻ്റെ ദൈവത്തിൻ്റെ മുമ്പിലാണ് സാക്ഷ്യം എടുക്കാൻ പോണത്, ഉടമ്പെടുക്കാൻ പോണത്. അതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ അകത്ത് ഇൻവോൾവ് ആകണം. നിങ്ങളത് വിശ്വസിക്കണം, നിങ്ങൾ നടപ്പിൽ വരുത്തണം. മനുഷ്യന് ആദ്യം മുതൽ ഉണ്ടായിരുന്ന ശത്രു ആരാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹവ്വായ്ക്കും ഉണ്ടായി, ആദത്തിനും ഉണ്ടായ മനുഷ്യൻ്റെ നേച്ചറിലുള്ള സംഭവം എന്താണ്? അഹങ്കാരമാണ് ആദ്യം ഉണ്ടായിരുന്നത്, അല്ലേ? അത് തന്നെയാണ് ബാബേൽ ഗോപുരം പണിതപ്പോഴും അവർക്ക് ഉണ്ടായിരുന്നത് എന്താണ്? നമ്മുടെ നേച്ചറിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇതിനെ ടോർപ്പഡ ചെയ്തുകൊണ്ടാണ് ഉടമ്പടിയിൽ ഓരോ അഭ്യാസങ്ങൾ വരണത്. അതിലൊന്നാണ് കർത്താവിനെ അറിയാത്ത അറിയിക്കാനും അറിഞ്ഞൊരു ആഴപ്പെടുത്താനും പത്രം കൊണ്ടു നടന്ന് കൊടുക്കുക. പള്ളി വെച്ചൊരു ഓടാൻ പറ്റത്തില്ല, പെങ്ങളെ കൊണ്ടും അമ്മയെക്കൊണ്ടും കുടിപ്പിക്കാൻ പറ്റത്തില്ല. ആരാണ് ഉടമ്പടി എടുത്തത് അവൻ തന്നെ കൊടുക്കണം. കൊടുക്കാൻ പറ്റാത്ത കൊണ്ടാണ് നിങ്ങൾ ആൾക്കാരെ വാടകയ്ക്ക് എടുത്ത് ഉടമ്പടി എടുക്കുന്നത്. ദൈവത്തിന് അറിയാം, ഓർഡർ തമ്മാവ ആളറിയും. ദൈവത്തിന് അറിയാമല്ല. നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റാത്ത കൊണ്ടാണ് ഭാര്യയെക്കൊണ്ട് പെങ്ങളെക്കൊണ്ട് അമ്മയെക്കൊണ്ട് ഉടമ്പടി എടുപ്പിക്കണത്. ഇവിടെ ഉണ്ടല്ലേ, ഇവിടെ വരുമല്ലോ ആൾക്കാർ. ആരാ വരുന്നത്? ഞാൻ ഇവിടെ വരുമ്പോഴത്തേക്ക്, ജഡ്ജി എത്ര വയസ്സുണ്ട്? എനിക്ക് 67. നിങ്ങളെക്കൊണ്ട് ഉടമ്പടി ഇടിപ്പിച്ചത് ആരാണ്? ഞാൻ അവിടെ നിന്ന് കരഞ്ഞ് പറഞ്ഞപ്പോൾ ഇടിപ്പിച്ചതാണ്. കരഞ്ഞ് പറയുമ്പോൾ ഒരാൾക്ക് ഇടിപ്പിക്കും. പക്ഷേ എന്താ പ്രശ്നം എന്നറിയാവോ? ഇവർ ഉടമ്പടി ചെയ്യത്തില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ എഴുതിയിടുകയേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഉടമ്പടി ഇത്രയും മോളിക്കൊണ്ട് വെച്ചിരിക്കുന്നത്? ആവതുള്ള മാത്രം കയറിയാൽ മതി എന്നതിൻ്റെ അർത്ഥം. ഇത് കയറിയിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ കൊടുക്കുക. രോഗികളൊക്കെ പോയി കാണുക. നിങ്ങൾ ഇത് കയറാൻ പറ്റാത്ത ആൾക്കാർ ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി രോഗികളെ കാണുക, അവരെ കുളിപ്പിക്കുക, തറവാട്ടിൽ പോവുക, അവരെ കുളിപ്പിക്കുക, വസ്ത്രം കൊടുക്കുക, ഒന്നും ചെയ്യത്തില്ല.
അതുകൊണ്ട് ചെയ്യാനാവുന്ന സന്മനസ്സോ ഉള്ള ആൾക്കാർ ചെയ്ത ഉടമ്പടിയുടെ വിഷയം നേച്ചർ അതാണ്. അതുകൊണ്ട് ആർക്കെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ആരുടെയെങ്കിലും വകുപ്പിൽ അവർ ഉടമ്പടി എടുക്കുമ്പോൾ എംബ്രാൻ്റെ വെട്ടത്ത് വാരുടെ അത്താഴം കഴിക്കാമെന്നൊക്കെ വിചാരിച്ചാൽ അത്താഴത്തിൽ പലതരത്തിലുള്ള ഈ സാധനങ്ങൾ വന്ന് വീഴും. അറിയാവില്ല, കണ്ടവൻ്റെ വെളിച്ചത്തിലല്ലേ സംഭവം ചെയ്യണത്. അതുകൊണ്ട് ഈ ഇടത്ത് ചുറ്റി നടക്കുന്ന സാധനങ്ങളില്ലേ, അതൊക്കെ വന്ന് ഇതിനകത്ത് വീഴും, അത്താഴത്ത് വീഴും. അപ്പം അതുകൊണ്ട് ആദ്യമേ തീരുമാനിക്കുന്നത് ഉടമ്പടിയാണ്. അപ്പോൾ ദൈവത്തിന് വേണ്ടി ജീവിക്കാവും തീരുമാനിച്ചുകൊണ്ട് ഉടമ്പെടുത്തുകൊണ്ട് ഉടമ്പെടുക്കാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ സാക്ഷ്യം പറയുവാൻ ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറയാനുള്ള വലിയ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നടത്തണേ, പോകേണ്ട വഴി എന്നെ കാണിക്കണേ, നിൻഹിതം പോലെ നടത്തണേ, പോകേണ്ട വഴി എന്നെ കാണിക്കണേ. സുസൻ ഡിസിബയുടെ സാക്ഷ്യത്തോടെയാണ് ഇത് ആരംഭിച്ചത്. ഇത് വെച്ച് അവസാനിപ്പിക്കുകയാണ്. സുസൻ ഡിസിബ ഇന്നലെ കഴിഞ്ഞ ദിവസമാണ് സാക്ഷ്യം പറഞ്ഞത്. അവരെന്നാ ഉടമ്പടി എടുത്തിരിക്കുന്നത്? ജനുവരി 19. ജനുവരി കഴിഞ്ഞിട്ട് ഫെബ്രുവരി 19 അല്ലേ? അപ്പോൾ ഒരു മാസം. അതിനുള്ളിൽ തന്നെ അവിടെ രോഗം ഓപ്പറേഷൻ പോലും ഇല്ലാതെ മരുന്ന് പോലും കഴിയൊക്കെ അമ്മ മാറ്റിക്കൊടുത്ത്. പിന്നെ എന്താ സംഭവിച്ചിരിക്കുന്നത് അവർക്ക്? പിന്നെ അവരുടെ വെച്ചിരിക്കുന്ന വിഷയങ്ങൾ ഒന്നൊന്നായിട്ട് അവർ പറയുന്നുണ്ട്. 6 വിഷയം പറഞ്ഞ് 6-7 കാര്യം അമ്മ ചെയ്തിട്ടുണ്ട്. അനിയത്തിക്ക് വീട് കിട്ടി, പിന്നെ അമ്മായിയമ്മയുടെ മുട്ടിൻ്റെ നീര് മാറി, അവർ നന്നായിട്ട് നടക്കാൻ തുടങ്ങി. ഇതെല്ലാം ഇപ്പം എത്ര? മാർച്ച് എത്രയാണ്? മാർച്ച് 4, മാർച്ച് 19 ആയിട്ടില്ല, 60 ദിവസം തികഞ്ഞിട്ടില്ല. 50 ദിവസത്തിനുള്ളിലുള്ള 6 കാര്യത്തിന് 7 കാര്യം നടത്തിക്കൊണ്ടാണ് അതാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെന്ന് പറയണത്. അതുകൊണ്ട് ഇവരുടെ സാക്ഷ്യം ഒന്ന് കേട്ടിട്ട്, ഇത് അച്ഛൻ്റെ ഈ ടോക്കും കൂടി കേട്ടിട്ട് നിങ്ങൾ ഉടമ്പടി നിങ്ങൾ ഷഫിൾ ചെയ്തിട്ട് റീഷിഫ്റ്റ് ചെയ്യണം. രണ്ടാമത് പുനഃക്രമീകരിക്കണം. കാര്യം ഈ സ്പിരിറ്റ് നോക്കണം. ഉടമ്പടി മരിയൻ ഉടമ്പടി ഫയേഡ് ആൻഡ് പവേഡ് ബൈ മരിയൻ സ്പിരിച്വാലിറ്റി. അത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ്. അപ്പോൾ അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും അവസാനം പറഞ്ഞത് എന്താണ്? അവിടുന്ന് തൻ്റെ ദാസിയുടെ വിനീതാവസ്ഥ തൃക്കൺ പാർത്തു. എളിമയുണ്ടെങ്കിൽ മാത്രമേ ഈ പ്രവർത്തനങ്ങൾ ഉടമ്പടി പ്രകാരമുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടക്കത്തുള്ളൂ. രോഗികളെ കാണാൻ പറ്റത്തുള്ളൂ. അവിടെ കൂടെ ഇരുന്ന് അവരെ കുളിപ്പിക്കാനോ അവർക്ക് ഭക്ഷണം കൊടുക്കാനോ കയ്യിലുള്ള പൈസ മറ്റവർക്ക് കൊടുക്കാനോ. ഇനി നിങ്ങൾ പഠിക്കാൻ കാശില്ലാത്തവരില്ലേ, ഇപ്പോൾ രണ്ടാമത് ഇപ്പോൾ അവർ വീട്ടിൽ നിന്ന് പഠിച്ചു, IELTS പോയി തോറ്റു, പിന്നെയും അപ്പോൾ തോറ്റ് അവിടെ പോയി ട്യൂട്ടോറിൽ പോയി പഠിച്ചിട്ടും പിന്നെയും തോറ്റെങ്കിൽ പിന്നെ അവർ ആരെങ്കിലും പഠിപ്പിക്കണ്ടേ? ഇനിയും 35,000 രൂപ മുടക്കി അവർക്ക് പഠിക്കാൻ പറ്റുമോ? അപ്പോൾ അത് പൈസ മുടക്കിയവർക്ക് പഠിക്കാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെ അത് കാരുണ്യപ്രവൃത്തി ഉള്ളവരാണ്. അറിവില്ലാത്തവരെ പഠിപ്പിക്കുക എന്നുള്ളത് കാരുണ്യപ്രവൃത്തിയിലുള്ളതാണ്. അല്ല രോഗികളെ കാണുന്നത് മാത്രമല്ല, നിങ്ങൾക്ക് ഒരു ട്യൂഷൻ എടുത്താൽ പോലും ഉടമ്പടിയുടെ ഭാഗമാണത്. അറിവില്ലാത്തവരെ പഠിപ്പിക്കുക എന്നുള്ളത് കാരുണ്യത്തെ എന്തിനു പകരം. നിങ്ങളത് ചെയ്യുന്നില്ലെന്ന് ഞാൻ പറയണില്ല. നിങ്ങൾ ചെയ്യുമ്പോഴൊക്കെ നിങ്ങളുടെ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ട്. അയൽവാസിയല്ലേ, കൂട്ടുകാരത്തിയല്ലേ, നമുക്കൊരു കൂട്ടുകാരത്തിനെ കിട്ടുമല്ലോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജഡികമായ ചിന്തയിലാണ് ചെയ്യണത്. അല്ല, അങ്ങനെയല്ല. ഏത് ജാതിക്കാരായാലും നമ്മൾ അവരൊന്ന് സഹായിക്കണേ, പഠിക്കാനുള്ള നിർവാഹം ഇല്ലെന്നുണ്ടെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് ഉടമ്പടിയുടെ ഭാഗമായിട്ട് നിങ്ങൾ കാഴ്ചവെച്ചാൽ മതി. കർത്താവേ, എനിക്ക് ഇതാണ് ഏറ്റവും കൂടുതൽ എളുപ്പം, അറിവില്ലാത്തവരെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ മാത്സ് അറിയാൻ മേലാത്തവരെ പഠിപ്പിക്കും, ഇംഗ്ലീഷ് അറിയാൻ മേലാത്തവരെ പഠിപ്പിക്കും, അവരെ പരീക്ഷയ്ക്ക് പഠിപ്പിക്കും. അവരെ അങ്ങനെ എന്തെങ്കിലും ചെയ്താലും നിങ്ങൾക്കത് നിലനിൽക്കാൻ പറ്റും. രോഗികളെ തന്നെ കണ്ടിട്ട് അങ്ങനെ ഓപ്ഷൻ ഇല്ല. ശരിക്കും പറഞ്ഞാൽ കാരുണ്യപ്രവൃത്തി ഉള്ളതാണ് അറിവില്ലാത്തവരെ പഠിപ്പിക്കുവാൻ. കർത്താവ് പറഞ്ഞതാണ്, അവൻ പറഞ്ഞതാണത്. എന്താ അവൻ പറഞ്ഞത്? നിങ്ങൾ ലോകം മുഴുവൻ പോവുക, എല്ലാ ജനതകളെയും പഠിപ്പിക്കുക. അതാണ് വിഷയം. അപ്പോൾ ആത്മീയമായ കാര്യങ്ങൾ ചില ആൾക്കാർ ഞാൻ മാതാവിനെക്കുറിച്ച് എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന്, അത് പഠിപ്പിക്കല. അത് സാക്ഷ്യം പറയാൻ പറഞ്ഞില്ലേ, ഞാൻ മാതാവിനെക്കുറിച്ച് എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കും. അതെന്താ കാര്യം? അത് പഠിപ്പിക്കലാണ്. അത് കാരുണ്യപ്രവർത്തിയുടെ ഒരു ഭാഗമാണ്. അറിവില്ലാത്തവരെ പഠിപ്പിക്കുക.